IPL ആരംഭിക്കുന്നതിന് മുൻപ് തൊട്ടേ മുംബൈ ഇന്ത്യൻസിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. രോഹിത് ശർമ്മയെ ഒഴിവാക്കി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചതിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിലും ഈ ക്യാപ്റ്റൻസി മാറ്റം ആഘാതം സൃഷ്ടിച്ചെന്ന് സീസണിലെ ഇതുവരെയുള്ള കളികളിൽ നിന്നും വ്യക്തമാണ്. രോഹിതിനെ മാറ്റി പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിൽ വിറളി പൂണ്ട ആരാധകരാവട്ടെ ഹോം മത്സരങ്ങളിൽ പോലും തങ്ങളുടെ പുതിയ ക്യാപ്റ്റനെ കൂവി. ഈ സമ്മർദ്ദങ്ങൾക്കിടെ ടീമിനെ നയിക്കുന്ന ഹർദിക്കിനാവട്ടെ മികച്ച പ്രകടനങ്ങളിലേക്ക് മുംബൈയെ നയിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. കളിച്ച ആദ്യ 3 കളികളിലും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വേറൊരു വാർത്ത കൂടിയാണ് ടീമിൽ നിന്നും പുറത്തു വരുന്നത്. ടീമിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ ഈ സീസണിന് ശേഷം മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ അസന്തുഷ്ടനാണെന്നും ഇത് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പോലും വിള്ളൽ വീഴ്ത്തിയെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. പരസ്യമായ വെളിപ്പെടുത്തലുമായി ഇതുവരെ താരങ്ങൾ എത്തിയിട്ടില്ല. മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനങ്ങൾ ദയനീയമായതുകൊണ്ട് കൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുള്ളത്. ആദ്യ 3 കളികളിലെയും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാണ്ഡ്യ എടുക്കുന്ന പല തീരുമാനങ്ങളോടും രോഹിത്തിന് തൃപ്തിക്കുറവുണ്ടെന്നാണ് സൂചനകൾ. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇത് തടസ്സമാകുന്നു എന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 സീസണിന് ശേഷം രോഹിത് ടീം വിടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരിക കൂടി ചെയ്തിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിന് 5 IPL കിരീടങ്ങൾ സമ്മാനിച്ച IPLലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ. 2011 9.2 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിലെത്തിയ അദ്ദേഹം IPLൽ അവർക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരവും കൂടുതൽ റൺ നേടിയിട്ടുള്ള ബാറ്ററുമാണ്. IPLൽ മുംബൈക്കായി 201 കളികളിൽ 5110 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. ഗുജറാത്ത് ടൈറ്റൻസിനെ 2 സീസണുകളിൽ തുടർച്ചയായി ഫൈനലിൽ എത്തിച്ചതിന്റെ മികവുമായി എത്തിയ ഹർദിക്കിന് മുംബൈ ക്യാപ്റ്റനായി വിചാരിച്ച തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ നായകനായി പാണ്ഡ്യ എടുത്ത ചില തീരുമാനങ്ങളും ഇക്കുറി അദ്ദേഹത്തെ വിമർശനങ്ങൾക്ക് നടുവിലാക്കിയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന കളിയിൽ ചേസിംഗ് സമയത്ത് തന്നേക്കാൾ മുൻപ് ടിം ഡേവിഡിനെ ബാറ്റിംഗിനിറക്കിയ തീരുമാനവും ഹൈദരാബാദ് റെക്കോർഡ് IPL സ്കോർ നേടിയ കളിയിൽ ജസ്പ്രീത് ബുംറയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരുന്നതും വലിയ വിവാദങ്ങളായ കാര്യങ്ങളാണ്. അതിനിടെ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി മോശമാണെന്നും മുംബൈ ഇന്ത്യൻസിന് രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനാക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടി മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരിയും രംഗത്തെത്തിയിരുന്നു. മുംബൈ ഇന്ത്യൻസ് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിക്കാത്തവരാണെന്നും ഹർദിക് രോഹിത്തിനെ മറികടന്ന് ക്യാപ്റ്റനായതിൽ നിന്ന് അത് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഈ സീസണിൽ മുംബൈക്ക് 1 പോയിന്റ് പോലും നേടാനായിട്ടില്ല എന്നും നിർഭാഗ്യം കൊണ്ടല്ല ഈ മത്സരങ്ങളിലൊന്നും ക്യാപ്റ്റൻസിയും അത്ര മികച്ചതായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. നിലവിൽ മുംബൈ ഇന്ത്യൻസ് IPL പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ആദ്യ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനോടും 2ാമത്തെ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും തോറ്റ മുംബൈ 3ാമത്തെ കളിയിൽ രാജസ്ഥാൻ റോയൽസിനോടാണ് പരാജയപ്പെട്ടത്. ഞായറാഴ്ച ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് അവരുടെ അടുത്ത മത്സരം.